ശ്രീ വി ഗോപാലകൃഷ്ണൻ, നോക്കൂ, കടകംപള്ളി സുരേന്ദ്രനും പി എസ് പ്രശാന്തിനുമെതിരെ അടക്കം ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊക്കെ മൊഴി നൽകിയിട്ടുണ്ടെന്ന വാർത്തകളാണ് വന്നത്. മറുവശത്ത് സ്പെഷ്യൽ കമ്മീഷണർമാരായ ചിലരെ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ അന്വേഷണം ഇനിയും വ്യാപിച്ച് പലരിലേക്കും പോകാനുണ്ട്. അതിനു മുന്നേയാണ് തന്ത്രി എന്ന ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, അല്ലേ? കൃഷ്ണരാജ്, അദ്ദേഹം ചോദിച്ച പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ, മറ്റേ കടകംപള്ളി ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, മറ്റേ ആളെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിലെങ്ങും ഒരു താല്പര്യമില്ല. ഞാൻ കാണുന്നത് 2015 തൊട്ട് ഞാൻ അവിടെ ഉണ്ട്. കോൺഗ്രസ്, CPM ഇതിനകത്തൊന്നും ഒരു പാർട്ടിയും ഇല്ല. അയ്യപ്പൻ്റെ മുതൽ, അയ്യപ്പൻ്റെ എല്ലാ ക്ഷേത്രങ്ങളുടെ മേജർ ക്ഷേത്രങ്ങളുടെ മുതൽ അവർ കക്കും. അതിനകത്ത് അവർ CIT എന്നോ INTUS എന്നോ ഇങ്ങനെ ഓരോ പേരൊക്കെ അവർ പറയും. അപ്പോൾ കടകംപള്ളിനകത്തുണ്ടോ ഇല്ലയെന്ന് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ തന്ത്രി എൻ്റെ റഡാറിൽ പെട്ടതാണ് 2015-16. പക്ഷെ അദ്ദേഹത്തെ പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നമ്മൾ സാങ്ക്ടോറത്തിൽ പോയി അയ്യപ്പനെ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം, എപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി ഒരു പ്രധാന ശിഷ്യനാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടെന്ന്. അങ്ങനെ സംശയിക്കാൻ ഞങ്ങൾ പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമല വരുന്നത്. ഒരുപാട് 4 ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ്, CBI അടക്കം. അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ 25 ലക്ഷം കൊടുത്താണ് വരുന്നത്, ബോർഡിന് 25 ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത്. ഇയാൾ അവിടെ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയാർമാരെയും തെലുങ്കന്മാർ, തമിഴന്മാർ, ഭയങ്കര പൈസക്കാർ, അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിലിരുത്തി ചമ്പളം വെട്ടി ഇരുന്നിട്ട് ഈ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിൽ ഒട്ടിച്ചു കൊടുത്തോണ്ട് ഇവർ ആ ബാഗിൽ നിന്ന് എനിക്കൊണ്ട് ഒരു കെട്ടെടുത്ത്, എനിക്കൊണ്ട് 10 ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കെട്ടെടുത്ത് 2500 നോട്ട് കെട്ടെടുത്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് ചോദിച്ചിട്ട് ഞാൻ SI പ്രശാന്ത്, അദ്ദേഹം ഇപ്പോൾ CA ആണ്, പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്രശാന്ത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ചെന്നു. അപ്പം മേൽശാന്തിയുടെ മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ദേവസ്വം ബോർഡിന് എഗൻസ്റ്റായിട്ടും അയ്യപ്പനെതിരായിട്ടുമാണ് ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കയായിട്ട് വരേണ്ട, അയ്യപ്പന് വരേണ്ട കാശാണ്. അത് നിങ്ങൾ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിയിലൊട്ടിച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുന്നത്, തിരുമേനി അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് FIR എടുപ്പിക്കും, ഞാനിത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാൽ അയാൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്കതിലോട്ട് ഒരുപാട് അലിഗേഷൻ പറഞ്ഞു, അത് പോട്ടെ. അപ്പോൾ ഈ തന്ത്രി ഇത് ഇങ്ങേർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങേര് ചെല്ലുന്നത് തന്ത്രിയുടെ മുറിയിലാണ്. തന്ത്രിയെ എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് രാധാകൃഷ്ണൻജി, അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഒരുപാട് വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ്, ഇവരുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഞാൻ ഒരുപക്ഷെ അദ്ദേഹം ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം കേസുകളുടെ. ഈ തന്ത്രിയെ ഞാൻ ഒരു കാരണവശാലും ഞാൻ വൈറ്റ് വാഷ് ചെയ്യില്ല. ഈസ് ഈക്വലി റെസ്പോൺസിബിൾ. അദ്ദേഹം പറഞ്ഞു ഇത് മറ്റേ ആഭരണങ്ങളുടെ ചുമതലയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏത് സമയം അവിടെ ഇരിക്കുകയില്ലേ, അദ്ദേഹം ഇതിനകത്ത് കയറുമല്ലോ, ഈ സാങ്ക്ടോറത്തിനകത്ത് കയറുമല്ലോ ഒരു ദിവസം പല പ്രാവശ്യം. അവിടെ അയ്യപ്പ വിഗ്രഹം കണ്ടില്ലെങ്കിൽ എനിക്ക് ചാർജില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുമോ? ഈ കോൺസ്പിറസിയിൽ ഇദ്ദേഹം ഉണ്ട്. പിന്നെ എനിക്കുള്ള ഒരു ശക്തിയുക്ത, ഞാൻ സെക്കൻഡ് റൗണ്ടിൽ പറയാം, എനിക്ക് SITയോടുള്ള ശക്തിയുക്തമായിട്ടുള്ള ഒരു എതിർപ്പെന്ന് പറഞ്ഞാൽ, SIT എൻ്റെ ബ്രദർ ഓഫീസേഴ്സാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാം നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? നമ്മളെല്ലാം സ്വാമി അയ്യപ്പ ഭക്തരാണ്. എന്നെപ്പോലുള്ളൊരു പ്രൊഫൗണ്ട്ലി ഇഞ്ചേർഡാണ് ഇപ്പം ഈ SITയുടെ ഇൻവെസ്റ്റിഗേഷനും ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും. എനിക്കിതിലെങ്കിലും താല്പര്യമില്ല. ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അദ്ദേഹത്തെ എന്തോ ICUവിൽ പ്രവേശിപ്പിച്ചു, ഇനി അടുത്ത വാസു തലകറങ്ങി വീഴാൻ പോണു, ഇതിലൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഇതൊക്കെ
സ്റ്റേജ് ഡ്രാമയാണ്. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണ്. ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ലോയേഴ്സ് ഉണ്ട്, എമിനൻറ്റ് ലോയേഴ്സ് അഡ്വൈസ് ചെയ്യാൻ. അപ്പോൾ അതിലൊന്നും ഒരു താല്പര്യമില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോയാൽ ഒരിടത്തും എത്തില്ല. ഈ പിന്നെ തന്ത്രി ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ഈ തന്ത്രിയാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എലി കയറുന്നെന്ന്. അപ്പോൾ പിന്നെ ഈ കോൺസ്പിറസിയിൽ അദ്ദേഹം ഇല്ലേ? എലി കയറുന്ന എങ്ങനെയാണ് എലി കയറുന്നത്? മാത്രമല്ല, ഞാൻ ഒരു ക്രൈം നടക്കുമ്പം, ഉദാഹരണം ഒരു മർഡർ ആണെന്ന് വെച്ചോളൂ, ഞാൻ 3-4 പേരുണ്ട്, ഞാനാണ് അത് ആ മർഡർ കമ്മിറ്റ് ചെയ്തത്, വേറെ ഒരാളും രാധാകൃഷ്ണൻ ജിയും കമ്മിറ്റ് ചെയ്തു. പക്ഷേ ഇദ്ദേഹം കൃഷ്ണജി പറയുകയാണ് കുത്തട അവനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിൽ പങ്കെടുത്തില്ലല്ലോ. ഇല്ല, എനിക്ക് കിട്ടുന്ന അതേ ശിക്ഷ ഇദ്ദേഹത്തിനും കിട്ടും, കൃഷ്ണജിക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്, ഇദ്ദേഹം അവിടെ കുറ്റിയടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല കാണാൻ നല്ല ആക്റ്റീവാണ്, നല്ല ഹെൽത്തിയാണ്. അങ്ങേരെ വെട്ടിച്ചെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ മോഷ്ടിക്കാൻ പോണ കള്ളന്മാർക്ക് നന്നായിട്ട് അറിയാം, ആദ്യം തന്ത്രിയാണ് പാട്ടിലാക്കേണ്ടത്. പിന്നെ ഈ SIT ആദ്യം, ഞാനാണ് SITയുടെ ലീഡറെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് തന്ത്രിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല. കാര്യം ഇതിൻ്റെ ചീഫ്, ഈ ക്രിമിനൽ എൻ്റർപ്രൈസിൻ്റെ ചീഫ് എന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് ഞാൻ പറയും. തന്ത്രി അറിയാതെ ഒന്നും ചെയ്യില്ല. തന്ത്രിക്ക് പെക്യൂനറി അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട്, കോസിങ് പെക്യൂനറി അഡ്വാൻറ്റേജ് ഫോർ ഹിംസെൽഫ് ഓർ ഫോർ അതേഴ്സ്. അദ്ദേഹം അദ്ദേഹം ഇത് പെർമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഒരൊറ്റ റിപ്പോർട്ട് മതിയായിരുന്നല്ലോ, പിന്നെ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പമ്പ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ DGPക്കോ. 2018 അദ്ദേഹം കൊടുക്കാത്തെന്താ? അപ്പോൾ കുറേ നാളുകളായി ഇതിങ്ങനെ ചെയ്ത് സുഖിച്ച് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പം പറയാണ് ഞാൻ അതിൽ റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഇതിൽ റെസ്പോൺസിബിൾ. ഇദ്ദേഹം എല്ലാത്തിലും റെസ്പോൺസിബിളാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയും, ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മിടുക്കനായ ഹൈലി ഓണസ്റ്റ് ആയിട്ടുള്ള ആ പോലീസ് നമ്മുടെ ജഡ്ജ് അവിടെ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം വെളി വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും തന്ത്രിയും ഈ മേൽശാന്തിയും എല്ലാം കൂടെ കൊള്ളയടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യില്ല. യെസ്.